വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ് സത്യഭാമ. അന്നേരം ശാലിനി പറയുകയാണ്, എനിക്കൊന്നും പറയാനില്ല സത്യാമ്മേ, സത്യം കാലം തെളിയിക്കട്ടെ. അന്നേരം ഭാമ പറയുകയാണ്, നാവിൻ്റെ ഈ ബലമില്ലെങ്കിൽ നീ ഇല്ല ശാലിനി. ഇപ്പോഴും ഒപ്പത്തിനൊപ്പം പറഞ്ഞു നിൽക്കാനുള്ള നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ. അത്രയും പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ഭാമ. അന്നേരം പ്രീതി ശാലിനിയോട് പറയുകയാണ്, വാ ശാലിനി, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് പ്രീതിയുടെ കയ്യിൽ ശാലിനിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ശാലിനി പറയുകയാണ്, എനിക്ക് വേണ്ട പ്രീതി. ഇതൊക്കെ കണ്ട് പരിഹസിച്ച് സുസ്മിത പറയുകയാണ്, അങ്ങനെ പറയല്ലേ എന്ന് പറ വിഷ്ണുട്ടാ. ഈ തറവാടിൻ്റെ അടിക്കല്ലിളക്കി വിൽക്കാൻ പറ്റാത്ത വിഷമത്തിൽ നിരാഹാരമൊന്നും വേണ്ട. മോഷണക്കേസിലെ പ്രതിക്ക് ഇലയിട്ടിരുന്ന് ഉണ്ണാനായിട്ട് ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ ആവശ്യത്തിന്. നിറച്ചുണ്ടിട്ട് കിടന്നുറങ്ങാൻ പറയെന്ന് പരിഹസിക്കുമ്പോൾ സുസ്മിതയോട് ദേഷ്യപ്പെടുകയാണ് വിഷ്ണു പറയുകയാണ്, സുസ്മിത വേണ്ട. അതേസമയം റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന ശാലിനി പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ്. അത് കണ്ട് ആകെ പരിഭ്രമിച്ച് പ്രീതിയും വിഷ്ണുവും കൂടി ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് ശാലിനി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ശാലിനിക്ക് ബോധം തെളിയുന്നില്ല. അത് കൊള്ളാം, നന്നായി എന്ന് പറയുകയാണ് ഇത് കണ്ട് സുസ്മിത. എടോ എന്താ പറ്റി, എണീക്കെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അതിനുശേഷം വിഷ്ണു ശാലിനിയെ കോരിയെടുത്ത് സോഫയിലേക്ക് കിടത്തുകയാണ്. അന്നേരം ശാലിനിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കിയിട്ട് വിഷ്ണു പ്രീതിയോട് പറയുകയാണ്, എടി തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. എടി പെട്ടെന്നൊരു ഡോക്ടറെ വിളിച്ചെന്ന് പറയുമ്പോൾ ഫോൺ വിളിക്കുകയാണ് പ്രീതി. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് സുസ്മിത കരുതുകയാണ്, ദൈവമേ, ഇനിയുള്ള ദിവസങ്ങൾ സുസ്മിതയുടേതാണെന്ന് തോന്നുന്നു. അതേസമയം ശാലിനിയുടെ അവസ്ഥയിൽ വിഷമിച്ച് പ്രീതിയോട് എടി വേഗം എന്നൊക്കെ പറയുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ഉമ്മറത്ത് ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാരദാമ്മ പോളച്ചൻ വന്ന് പ്രശ്നമുണ്ടാക്കിയതും ശാരീരിക ആഭരണങ്ങൾ അയച്ചു കൊടുത്തതുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ശാരദാമ്മയുടെ അടുത്തേക്ക് വന്ന് ശ്യാമ അമ്മയെന്ന് 2 വട്ടം വിളിക്കുകയാണ്. പക്ഷെ ശാരദാമ്മ കേൾക്കാതെ ഇരിക്കുന്നു. അന്നേരം ശ്യാമ കുലുക്കി വിളിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ, നിനക്ക് എന്താടി വേണ്ടത്? എത്ര നേരമായി അമ്മ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. ഞാൻ പിന്നെ എന്താ വേണ്ടത്, നിന്നെ വന്ന് തൊഴണോ? അന്നേരം ശ്യാമ പറയുകയാണ്, എന്നെ ആരും തൊഴണ്ട. സാധാരണ മനുഷ്യന്മാർ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ മതി. സമ്മതിച്ചു. ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങി. അതിലെല്ലാവർക്കും വിഷമമുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് തന്നെ പോകണമെന്ന് നമ്മളെ എപ്പോഴും ഉപദേശിക്കുന്നത് ആരാ? അമ്മയല്ലേ. ഇതിനേക്കാളൊക്കെ എത്രയോ പ്രതിസന്ധികൾ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ. 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മയെ ഒരു ദിവസം രാത്രി അച്ഛൻ ഇറക്കി വിട്ടില്ലേ? പിന്നെ വേറൊരു സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ച ദിവസം ചാണകം മെഴുകിയ ഓലപ്പുരയിൽ നിന്നാണ് ഇവിടേക്ക് വന്നു കയറിയത്. പിന്നീടാണ് നമ്മൾ കുടുംബശ്രീ ഹോട്ടൽ കെട്ടിപ്പൊക്കിയത്. ആ അമ്മയാണോ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയുള്ള കഥകൾ എത്രയോ എണ്ണം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ. അന്നേരം കണ്ണീര് തുടച്ച് ശാരദാമ്മ പറയുകയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണ് മോളെ. പക്ഷേ ചിലപ്പോൾ അമ്മയ്ക്ക് പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണമായിരിക്കും ഇതൊക്കെ. ശരീരത്തിനൊപ്പം മനസ്സും ചിലപ്പോൾ ദുർബലമാകും. അന്നേരം ശ്യാമ പറയുകയാണ്, ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് വല്യേച്ചിയല്ലേ അമ്മേ? വല്യേച്ചി അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ ജോലി ചെയ്യുകയാണ്. അമ്മ എഴുന്നേറ്റ് വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അമ്മ ഇന്ന് പട്ടിണി ഇരിക്കാൻ പോവുകയാണോ? അല്ല മോളെ, അമ്മ വരാം. നീ പറഞ്ഞതുപോലെ ജീവിതം മുന്നോട്ട് പോകണമല്ലോ. പക്ഷേ എനിക്ക് അല്പം സമയം കൂടി വേണം. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ, മനസ്സൊന്ന് തണുത്തോട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമയോട് പറയുകയാണ് ശാരദാമ്മ. ശാരദാമ്മയുടെ സങ്കടം കണ്ട് ശാരദാമ്മയെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് പോവുകയാണ് ശ്യാമ. തുടർന്ന് കാണിക്കുന്നത് ബെഡിൽ മൂടിപ്പുതച്ച് കിടക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ് വിഷ്ണു. പനി കുറയുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിൽ കൈവച്ച് നോക്കുകയാണ് വിഷ്ണു. തുടർന്ന് ഗുളികയും വെള്ളവും എടുത്തിട്ട് ശാലിനിയെ തട്ടി വിളിക്കുകയാണ് വിഷ്ണു. ആദ്യം ശാലിനി ഉണരുന്നില്ല. പിന്നീട് ഉണരുമ്പോൾ എഴുന്നേൽക്ക്, ഗുളിക കഴിക്കാമെന്ന് വിഷ്ണു പറയുന്നു. അതിനുശേഷം പതിയെ എഴുന്നേറ്റിരുന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ഗുളിക വാങ്ങി കഴിക്കുകയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, ഇനി കിടന്നോ? അന്നേരം വീണ്ടും കിടക്കുകയാണ് ശാലിനി. അതേസമയം വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് അവിടേക്ക് വരുന്ന പ്രീതി പനി കുറവുണ്ടോ ഏട്ടാ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കുകയാണ് പ്രീതി. അന്നേരം വിഷ്ണുവിൻ്റെ ആ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ച് പ്രീതി പറയുകയാണ്, ഏട്ടൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഏട്ടൻ വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിക്കോ.
ഞാൻ നോക്കിക്കോളാം ശാലിനിയെ. അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് വിഷ്ണു പറയുകയാണ്, കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. അവളിങ്ങനെ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. പനിയല്ലേ, അത് മാറിക്കോളുമെന്ന് പ്രീതി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, പനി അത് മാറിക്കോളും, പക്ഷേ ഇവളുടെ മനസ്സിലേറ്റ മുറിവുകൾ അത് ഉടനെ ഭേദമായെന്ന് വരില്ല. അത് കേട്ട് പ്രീതി ചോദിക്കുകയാണ്, ശാലിനി ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് വിഷ്ണുവേട്ടനാണ് ആധാരം മാറ്റിയതാണെന്ന് അല്ലേ? സത്യം എന്തായാലും തെളിയാതിരിക്കില്ലല്ലോ ഏട്ടാ. സുസ്മിതയാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, ചെയ്തതാരാണെങ്കിലും ഭയങ്കര ദ്രോഹമായി പോയി. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണുനീരും, എന്നിട്ട് ചൂണ്ടുവിരലോ എനിക്ക് നേരെയും. ഒരർത്ഥത്തിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമൊക്കെ ഏൽക്കേണ്ടവനാണ് ഞാനാണല്ലോ എല്ലാം തുടങ്ങി വച്ചത്. ഭ്രാന്ത് പിടിച്ച ഒരു നായയെപ്പോലെ ശാരികയുടെ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് കയറി ചെല്ലാതിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് കണ്ണു നിറഞ്ഞ് വിഷ്ണു പറയുകയാണ്, ഞാനെല്ലാം ചെയ്തത് ശാലിനിയുടെ സ്നേഹം കൊതിച്ചിട്ടാണ്. എന്നിട്ട് അത് കിട്ടിയോ? അതുമില്ല. അന്നേരം പ്രീതി പറയുകയാണ്, ഏട്ടൻ ചെയ്തത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ലല്ലോ, സംഭവിച്ചു പോയതല്ലേ. ശാലിനി എല്ലാം മനസ്സിലാക്കുന്ന, ഏട്ടനെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. പക്ഷേ പെണ്ണിൻ്റെ മനസ്സ് അതെങ്ങനെയാണെന്ന് ഇനിയും അറിയില്ല ഏട്ടാ. അതുകൊണ്ട് ഏട്ടൻ കാത്തിരിക്കണം ക്ഷമയോടെ. തുടർന്ന് ശാലിനിയുടെ കട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് വിഷ്ണു. ഗുളിക കൊടുത്തില്ലേ ശാലിനിക്കെന്ന് പ്രീതി ചോദിക്കുകയാണ്. കൊടുത്തു എന്ന് വിഷ്ണു പറയുന്നു. ഇനി എപ്പോഴാ അടുത്ത ടാബ്ലറ്റും ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഞാൻ ഉറങ്ങുന്നില്ലടി, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നീ പോയി കിടന്നോ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പ്രീതി. തുടർന്ന് ശാലിനിയുടെ തലയിൽ തലോടി അടുത്തു തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. വിഷ്ണു കരുതുകയാണ്, കാത്തിരിക്കാൻ ഞാൻ ഒരു യുഗം വേണമെങ്കിലും, പക്ഷേ ഒരു നിമിഷമെങ്കിലും നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എത്രമാത്രം ഇയാളെ സ്നേഹിക്കുന്നുവെന്ന്, എത്രമാത്രം ഇയാളെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഇയാൾ ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കണം. അത്രയും കരുതി ശാലിനിക്ക് മൊത്തം കൊടുക്കുകയാണ് വിഷ്ണു. തുടർന്നും ശാലിനിയെ തലോടി കട്ടിലിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലിരുന്ന് പാത്രം കഴുകുകയാണ് ശാരിക. കഴുകുമ്പോഴും സങ്കടഭാവമാണ് ശാരികയുടെ മുഖത്ത്. ശാരിക ശ്യാമയോട് പറയുകയാണ്, ഭക്ഷണം ഉണ്ടാക്കലല്ല, അത് കഴിഞ്ഞുള്ള ഈ വൃത്തിയാക്കലാണ് കഷ്ടം. ഒരു വിധത്തിൽ എല്ലാം തീർന്നു കിട്ടി, ഭക്ഷണം മുഴുവൻ ബാക്കിയാണല്ലോ എന്നാണ്. ക്ഷണിച്ചു വരുത്തിയവരെല്ലാം ഒന്നും കഴിക്കാതെയല്ലേ പോയത്. ശാന്തേച്ചിയുടെയും രാജചേച്ചിയുടെയും വീട്ടിൽ കൊടുത്തു വിട്ടിട്ടും ഒരുപാടുണ്ട് മിച്ചം. പക്ഷേ ഈ ശാരികയുടെ സംസാരം കേട്ടിട്ടും വിഷമിച്ച് നിൽക്കുകയാണ് അടുത്ത് തന്നെ ശ്യാമ. ഹോട്ടൽ അവധിയായതുകൊണ്ട് അവിടെയും വിളമ്പാൻ പറ്റിയില്ല. നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആ അനാഥാലയത്തിലെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാത്രം കഴുകുകയാണ് ശാരിക. അന്നേരം ശാരികയുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് അവിടേക്ക് വരികയാണ് ശാരദാമ്മ. നാളെ ആകുമ്പോഴേക്കും ചോറും കറികളുമൊക്കെ ചീത്തയാകുമല്ലോ. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ശാരികയെ ശ്രദ്ധിച്ച് പുറകിൽ നിന്നും കരയുകയാണ് ശാരദാമ്മ. അതിനുശേഷം എഴുന്നേൽക്കുന്ന ശാരിക പെട്ടെന്ന് പുറകിൽ നിൽക്കുന്ന ശാരദാമ്മയെ കാണുകയാണ്. മുഖത്ത് ചിരി വരുത്തി ശാരിക ചോദിക്കുകയാണ്, എന്നാ പിന്നെ ശാരദാമ്മേ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? രാവിലെ ഒരുങ്ങാനും പിടിക്കാനുമൊക്കെ നിന്നതുകൊണ്ട് നേരെ ചൊവ്വേ ഒന്നും കഴിക്കാനും പറ്റിയില്ല. ഓരോ ടെൻഷനായിരുന്നല്ലോ ഉച്ച സമയം വരെ പന്തലിൽ. എന്തായാലും ക്ലൈമാക്സ് എന്താകുമെന്ന് ഒരേ ടെൻഷനായിരുന്നല്ലോ ഉച്ചവരെ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെ നടന്നു. അതിനുശേഷം വീണ്ടും ചിരി വരുത്തി ശാരിക പറയുകയാണ്, ഈ ജോലി കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ദേഹണ്ണക്കാരുണ്ടാക്കിയ ഭക്ഷണമായതുകൊണ്ട് ഇന്നത്തേക്ക് ശാരദാമ്മയുടെ കൈപുണ്യത്തിന് ഒരവധി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും ഭക്ഷണം എടുത്ത് വച്ചേക്കണേ അമ്മയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന ശാരികയെ മോളേന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. എന്താന്ന് ശാരിക ചോദിക്കുമ്പോൾ, നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു മോളെ എന്ന് കരഞ്ഞു ചോദിക്കുകയാണ് ശാരദാമ്മ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അന്നേരം ശാരദാമ്മ പറയുകയാണ്, കല്യാണം കഴിഞ്ഞിപ്പോൾ രാജീവ് സാറിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണിത്. അന്നേരം കണ്ണു നിറയുകയാണ് ശാരികയുടെ. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, അതേക്കുറിച്ചൊന്നും ഒരു ആലോചനയും ഇല്ലേ നിനക്ക്? അന്നേരം ശാരികയുടെ നിയന്ത്രണം വിടുകയാണ്. പൊട്ടിക്കരയുകയാണ് ശാരിക ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച്. ഇതെല്ലാം കണ്ട് അടുത്ത് കരഞ്ഞു നിൽക്കുകയാണ് ശ്യാമയും. തുടർന്ന് കാണിക്കുന്നത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു. ഇടയ്ക്കിടയ്ക്ക് ശാലിനിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കുകയാണ് പനി കുറവുണ്ടോന്ന്. അതിനുശേഷം തുണി നനച്ച് ശാലിനിയുടെ നെറ്റിയിൽ വച്ച് കൊടുക്കുകയാണ് വിഷ്ണു. തുണി ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും നനച്ചിട്ട് കൊടുക്കുകയാണ് വിഷ്ണു.
അതിനുശേഷം ശാലിനിയെ ചേർത്ത് പിടിച്ച് കട്ടിൽ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാവിലെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. മനസ്സ് മുറിഞ്ഞ ജീവച്ഛവങ്ങളാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. കഴുത്തോളം എത്തിയ താലി ഒരാൾക്ക് കൈമോശം വന്നു. പക്ഷേ ഭർത്താവുണ്ടായിട്ടും ഒരാൾക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാനുള്ള യോഗവുമില്ല. കുഞ്ഞുങ്ങളെ കാക്കുന്ന ഒരമ്മയുടെ ആദ്യം മനസ്സിലാക്കണേ ദേവി, അവരെ കാത്തോളണേ എന്ന് പറഞ്ഞ് കരന്ന് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ശാലിനി ഉറക്കമുണരുമ്പോൾ അടുത്ത് ഇരുന്നുറങ്ങുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത്. അന്നേരം ശാലിനി തൻ്റെ നെറ്റിയിലെ തുണി ശ്രദ്ധിക്കുകയാണ്. പതിയെ എഴുന്നേറ്റിരുന്ന ശേഷം കട്ടിൽ ഇരുന്നുറങ്ങുന്ന വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ച് ശാലിനി അങ്ങനെ ഇരിക്കുന്നു. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.